Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്, പക്ഷേ കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ഈ സമയം ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. പല കാര്യങ്ങളിൽ വ്യാപൃതരാണ് നമ്മൾ. ഒരല്പസമയം നമ്മുടെ എല്ലാ ജോലിയും കർത്താവേ നിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ രോഗവും കർത്താവെ നിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായിട്ട് ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കൈയടിച്ചു പാടിക്ക, കൈയടിച്ചു പാടാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ചേർന്ന് പഠിക്കേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ. പഠിക്കേ. റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ. റൂഹായേ, 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 ആമേൻ. റൂഹായേ, 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 എന്നിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ. ഓ ആത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാരങ്ങൾ മാറട്ടെ, നിരാശയും ദുഃഖവും മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. വചനം സ്വീകരിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും ഓ കർത്താവേ ഇപ്പോൾ തന്നെ ഈ ദൈവജനത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ, ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സന്തോഷത്തോടെ ഇങ്ങോട്ട് നോക്കിക്കേ. കൈകളൊക്കെ കൂപ്പി ഒന്ന് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും ഒക്കെ നിൽക്കുന്നവരെ ഒന്ന് വിളിച്ചേ, എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചോണ്ടൊരു സ്തുതി പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മളൊരു സുന്ദരമായ വചനം പഠിച്ചു പ്രാർത്ഥിക്കാൻ പോവാം. ഈ വചനം സമ്മാനിക്കുന്നത് പഴയ നിയമ പുസ്തകം ജെറമിയായുടെ പുസ്തകം 31 അധ്യായം 16 തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 16. ഇത് നമുക്കുള്ളൊരു സന്ദേശ വചനം. എന്താണെന്നറിയാവോ? കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. അപ്പോൾ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ വചനം അങ്ങ് വിശ്വസിക്കുക. ഞാൻ കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കേണ്ട സമയമാണ്, കാരണം എൻ്റെ യാതനകൾക്ക് ദൈവം പ്രതിഫലം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ പ്രസക്തമായ വിഷയം നമ്മൾ പഠിക്കുന്നത് പുതിയ നിയമത്തിൽ ലൂക്കാസ് വിശേഷം 1 അധ്യായത്തിലെ ചില സംഭവങ്ങളോട് ചേർന്നാണ്. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായ സംഭവങ്ങളാണ്. അതായത് ലൂക്കാസ് വിശേഷം 1 അധ്യായം 13 തിരുവചനം. ലൂക്ക് 1:13. ദൈവദൂതൻ സക്കറിയായുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഏത് ദൂതനാണ്? ഗബ്രിയേൽ ദൂതൻ.
ഇതേ ദൂതൻ തന്നെ പിന്നീട് ആരുടെ അടുക്കെ ചെല്ലും? മറിയത്തിൻ്റെ അടുക്കെ ചെല്ലും. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ സക്കറിയായുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സക്കറിയ, നീ ഭയപ്പെടേണ്ട. 13-ാം വചനം അല്ലേ, എന്താ പറയുന്നത്? ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കണ്ടോ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ദൈവം പറയാണ്, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും സ്വയം അത് പറയണേ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ സക്കറിയായോട് ഇത് പറയുമ്പോൾ സക്കറിയായുടെ അവസ്ഥ എന്താ? സക്കറിയായുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 18-ാം വചനം വായിക്കാം. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. പ്രിയപ്പെട്ടവരെ, സക്കറിയായ്ക്ക് ഈ കേട്ട വാർത്ത അത്ര ദഹിച്ചില്ല. സക്കറിയ ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നുമില്ല. സക്കറിയയോട് എന്താണ് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത്? നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം സക്കറിയ നാളുകളോളം പ്രാർത്ഥിച്ചതാണെന്ന്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ ദൂതൻ പറയും, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സന്തോഷമല്ല വരേണ്ടത്. എന്നാൽ സക്കറിയായ്ക്ക് സന്തോഷമല്ല. സക്കറിയ ഭയപ്പെട്ടു, അസ്വസ്ഥനായി, ഭാരപ്പെട്ടു. കാരണം എന്താണ്? ഈ സക്കറിയ പോലും ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന മറന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിശ്ചയമായും സക്കറിയായും എലിസബത്തും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അല്ലേ? എത്രയോ നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അവർ പ്രാർത്ഥിച്ച് 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 അങ്ങനെ ഇങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നീട് പ്രാർത്ഥന നിർത്തി. കുറച്ചു നാളും കൂടെ കഴിഞ്ഞപ്പോൾ ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവർ പോലും മറന്നുപോയി. എന്നാൽ ആര് മറന്നില്ല? ദൈവം മറന്നില്ല. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ വന്ന് ആദ്യം പറയുന്നത്, സക്കറിയ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒരു സത്യം തിരിച്ചറിയണം. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കുകയില്ല. അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കുകയില്ല. എൻ്റെ പ്രിയരെ, ഒരു നന്മ നിറഞ്ഞ മറിയമെങ്കിലും ചില നിയോഗങ്ങൾക്ക് വേണ്ടി നീ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ ചൊല്ലിയതെല്ലാം നിന്റെ ശിരസിന് മുകളിൽ ഒരു അനുഗ്രഹം പോലെ കിടപ്പുണ്ട്. ആ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഇതാ ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നെ പഠിപ്പിക്കുന്നു. നമ്മൾ പഠിച്ച വചനം, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു നിയോഗം വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ അതിനു വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കർത്താവ് ഇടപെട്ടിരിക്കും. നീ മറന്നാലും ദൈവം നിന്റെ പ്രാർത്ഥന മറക്കില്ല. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ 8 വർഷത്തോളം ഡൽഹിയിലുള്ള ഡിവൈൻ ധ്യാന മന്ദിരത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. അവിടെ വളരെ സന്തോഷത്തോടുകൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന, മീഡിയ മിനിസ്ട്രിയിൽ സഹായിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഇവരെ കണ്ടപ്പോൾ അല്പം സങ്കടം തോന്നി. കാരണം വിവാഹം കഴിഞ്ഞ് 10 വർഷം എത്തുന്നു, ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ അച്ഛന്മാരൊക്കെ പോയി ഇവർ നമുക്ക് വേണ്ടി ഭക്ഷണമൊക്കെ പാചകം ചെയ്തു തരും. ഇവർക്കുന്ന വൈദികരോട് വലിയ സ്നേഹമാണ്. അങ്ങനെ ഈ സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവർ പറയും, അച്ഛാ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ശുശ്രൂഷ സമയങ്ങളിലൊക്കെ മീഡിയ മിനിസ്ട്രിയിലായതുകൊണ്ട് മിക്കവാറും ഇവരെ കാണും. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു.
ഓരോ വർഷം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭാരം. ആദ്യ കാലഘട്ടങ്ങൾ പ്രാർത്ഥിച്ച പോലെ അത്ര തീഷ്ണതയില്ല, പ്രാർത്ഥന കുറഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയം, ഭാരം. ദൈവമേ, ഇനി വേറെ എന്തെങ്കിലും വഴികളാണോ? എന്താണ് ഇവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ? വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൊറോണ കാലഘട്ടം, അന്ന് എല്ലാ ശുശ്രൂഷകളും നമ്മൾ അടച്ചുപൂട്ടിയല്ലോ. അന്നാണ് നമ്മൾ ഓൺലൈൻ ശുശ്രൂഷകൾ അതിശക്തമായിട്ട് ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ ഡൽഹി ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ നിന്നും ഉച്ചയ്ക്ക് 3 മണിക്ക് ഹെസദ് എന്ന പേരിൽ ഡിവൈൻ മേഴ്സിയുടെ ഒരു ശുശ്രൂഷ, 40 ദിവസത്തെ ശുശ്രൂഷ ആരംഭിച്ചു. അപ്പം അതിനും സഹായിക്കാൻ വേണ്ടി വന്നത് ഈ ഭാര്യയും ഭർത്താവുമാണ്. പ്രിയപ്പെട്ടവരെ, അത് ആരംഭിച്ച ദിവസം ഈ ഭാര്യ എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു നിയോഗമുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാനപ്പോൾ എന്താണ് നിയോഗമെന്ന് ചോദിച്ചില്ല. ഞാൻ ചിന്തിച്ചു, ഇവർ വണ്ടി വാങ്ങുന്നതോ വീട് വയ്ക്കുന്നതോ അങ്ങനെ വല്ല നിയോഗമായിരിക്കും. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി 40 ദിവസത്തെ വലിയ സ്പെഷ്യലായിട്ടുള്ള ദൈവകരുണയുടെ പ്രാർത്ഥനയായിരുന്നു. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഓൺലൈൻ മിനിസ്ട്രിയിലൂടെ സംഭവിച്ചൊരു ശുശ്രൂഷ. അതിൻ്റെ ശുശ്രൂഷ 40 ദിവസം കഴിഞ്ഞ് 41-ാം ദിവസം ഭാര്യയും ഭർത്താവും അവിടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛൻ്റെ അടുക്കയിൽ വന്നിരിക്കുന്നത് അച്ഛാ ഒരു കാര്യത്തിന് നന്ദി പറയാനാണ്. ഞാൻ ചോദിച്ചു, എന്താണ്? അച്ഛാ, നമ്മൾ സമർപ്പിച്ച നിയോഗത്തിൽ ദൈവം ഇടപെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ്? ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, അച്ഛാ, ഞാൻ ഗർഭവതിയാണെന്ന് തോന്നുന്നു. ആശുപത്രിയിലേക്ക് പോവാണ്. അവിടെ അപ്പോയിൻമെൻ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, കൊറോണ കാലഘട്ടമാണ്. പക്ഷേ കർത്താവ് ക്രമീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭാര്യയും ഭർത്താവും വിശ്വസിച്ചു, ഞങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു. ആശുപത്രി ചെന്ന് പരിശോധിച്ചു, അതെ, ഈ സ്ത്രീ ഗർഭവതിയാണ്. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ഒരു കുഞ്ഞിനെ ഇവർക്ക് നൽകി. കേരളത്തിൽ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇവർ ആ കുഞ്ഞിനും ഇവരുടെ സ്വന്തം ദേശത്ത് വന്ന് മാമോദീസയൊക്കെ മുക്കി. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ കൂടെ ആ മാമോദീസ മുക്കാൻ ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിന് അവരൊരു പേരിട്ട് എന്താണെന്നറിയാവോ? മരിയ ഫൗസ്റ്റീന. 17 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിന് ഈ പേരിട്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്തെന്നറിയോ? ഈ കുഞ്ഞിനെ കാണുന്നവരൊരു കാര്യം അറിയണം, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മനുഷ്യൻ മറന്നാലും ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും മറക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം ഇപ്പോൾ ഇവിടെ നീ കേൾക്കുന്നവരോട് പറയുന്നതിന് കാരണം, നിന്റെ ജീവിതത്തിൽ പലവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് പ്രാർത്ഥന നിർത്തിയവരാണോ? ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? നിന്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി. നിന്റെ പദ്ധതിയല്ല. നീ പ്രാർത്ഥന നിർത്തിയാലും ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കും. കാരണം ദൈവം സർവശക്തനാണ്. നമ്മുടെ മുമ്പിൽ സങ്കീർത്തകനായ ദാവീദ് പഠിപ്പിക്കുന്ന വചനം 34-ാം അധ്യായം 18-ാം തിരുവചനം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിച്ചിരിക്കും. വീണ്ടും സങ്കീർത്തനം 56:8, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുകയാണ്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നീ വിശ്വസിക്കുക. നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ദുരിതത്തിലാണെങ്കിലും ഭാരത്തിലാണെങ്കിലും ഇതാ ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ പത്രോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതായത് ഈശോ കടലിന് മുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസിനൊരു ആഗ്രഹം, ഈ കടലിന് മുകളിലൂടെ നടക്കണം. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് കടലിൻ്റെ മുമ്പിൽ മുകളിലൂടെ വെള്ളത്തിൻ്റെ മുകളിലൂടെയൊക്കെ നടന്നിങ്ങനെ വരുന്നു. പെട്ടെന്ന് പത്രോസ് വെള്ളത്തിലേട്ട് നോക്കി, വലിയ തിരമാലകൾ ആഞ്ഞടിക്കുന്നു. പേടിച്ചു പോയി, വെള്ളത്തിലോട്ട് താന്നു. ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ബൈബിൾ വായിക്കുന്നത് ഇതാ, ഉടനെ യേശു കൈനീട്ടി പത്രോസിനിങ്ങനെ പിടിച്ചു. പത്രോസല്ല, മറിച്ച് യേശു കൈനീട്ടി പത്രോസിനെ പിടിച്ചു കയറ്റി. എന്നതിൻ്റെ അർത്ഥം എന്താ? നിന്റെ ജീവിതത്തിൽ ഇതാ നിന്നെ കൈപിടിച്ച് കയറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം. 1 കൊരിന്തോസ്
10:13 സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 10:13 വചനത്തിൽ കൃത്യമായി നമ്മളെ പൗലോസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കും. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. എന്താ വചനത്തിൻ്റെ അർത്ഥം? ദൈവം വിശ്വസ്തനാണ്. നീ വിശ്വസ്തനാകണമെന്നില്ല, പക്ഷേ നിന്നെ സൃഷ്ടിച്ച ദൈവം വിശ്വസ്തനാണ്. എൻ്റെ പ്രിയരെ, ഇത് നീ അങ്ങ് വിശ്വസിച്ചോ, ഏറ്റെടുത്തോ. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ മറന്നുപോയാലും ദൈവം മറക്കുകയില്ല. ദൈവം മറക്കുകയില്ല. ജെറമിയായുടെ പ്രവചനം എന്നിലും നിന്നിലും സംഭവിക്കട്ടെ. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം നൽകും. ദൈവം ഇടപെടാൻ പോവുകയാണ്. തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവേ, എൻ്റെ ആത്മീയ മേഖലകളെ വിശുദ്ധീകരിക്കണമേ. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കുചേരാം. ആമേൻ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, ഉയർത്തി ആരാധന അങ്ങേക്ക്, ആരാധന കർത്താവേ, ആരാധന അങ്ങേക്ക്, ആരാധന കർത്താവേ, ആരാധന അങ്ങേക്ക്. ഉയർത്തി സ്തുതിക്കട്ടെ. ആരാധന യേശുവേ, ഈശോയെ ആരാധന കർത്താവേ. മഹത്വം മഹത്വം മഹത്വം. ഓ ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി ഈശോയെ വണങ്ങി പ്രാർത്ഥിക്കുക. കാരണം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവൻ്റെ മുമ്പിലാണ് നീ മുട്ടുകുത്തിയിരിക്കുന്നത്. ദൈവം വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കില്ല. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ നീ ഇനി നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ചിട്ടില്ലേ? എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഒരുപക്ഷെ വീട്ടുകാരും നാട്ടുകാരും സ്വയവും ചിന്തിച്ചിട്ടുണ്ടാവും. ഇതാ ഈശോ നിനക്കുത്തരം നൽകുകയാണ്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം തരും. ഒരുപക്ഷെ മനുഷ്യൻ്റെ ചിന്താഗതിക്കനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ സമയം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്റെ ജീവിതത്തിൽ ഇന്നോളം കടന്നു പോകുന്ന വഴികളിൽ പ്രാർത്ഥന നിർത്തിയതോ വേണ്ടാന്ന് വെച്ചതോ ആയ കുറേ കാര്യങ്ങളുണ്ട്, കുറേ നിയോഗങ്ങളുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഈ സമയം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. കർത്താവ് ഉയർത്തിയ ശൂന്യമായ കരങ്ങളിൽ കർത്താവെ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും സ്വയം മറന്ന് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവെ, വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ ഇടപെടണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ,
ഈശോയുടെ നേരെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ വഴികളിൽ ആരാ നിനക്കുത്തരം നൽകുന്നത്? അസാധ്യമെന്ന് കരുതുന്ന അനേക പ്രശ്നങ്ങൾ, ശാരീരിക രോഗപീഠകൾ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, അങ്ങനെ പലതും നിന്നെ പീഡിപ്പിക്കുമ്പോൾ ഇതാ യേശു നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ യേശു നിന്നോട് പറയുന്നു, മകനെ, മകളെ, എനിക്ക് നിന്റെ കണ്ണുനീര് അറിയാം. നീ ഇന്ന് കടന്നു പോകുന്ന അനുഭവം ഞാൻ തിരിച്ചറിയുന്നു. ദൈവം നിന്നിൽ ഇടപെടുന്ന സമയമാണ്. ഈശോയെ നോക്കി ഭയഭക്തി ബഹുമാനത്തോടെ സമർപ്പിക്കാൻ. കർത്താവേ, കണ്ണുനീരിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. കർത്താവേ, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിൻ മനമിളകാതെ, നിൻ മനം പതരാതെ, ഓ ദൈവമേ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. യേശു നിന്നോട് പറയുന്നു, നിന്റെ മനമിളകരുതേ. നിൻ മനമിളകാതെ, നിൻ മനം പതരാതെ, നിന്നോട് കൂടെയുള്ളവൻ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. തീച്ചൂളയോ സിംഹക്കുഴിയോ എന്തു വന്നാലും നീ ഭയപ്പെടേണ്ട, യേശു നിന്റെ കൂടെയുണ്ട്. തീച്ചൂള സിംഹക്കുഴി, ഓ കർത്താവേ, പൊട്ടക്കിട് മരുഭൂമി, ജയിലറയീർച്ചവാളോ, മരണമോ വന്നിടട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. തീച്ചുള സിംഹക്കുഴി, ആമേൻ, ആമേൻ. പൊട്ടക്കിണർ മരുഭൂമി, ജയിലറയീർച്ചവാളോ, മരണമോ വന്നിടട്ടെ. കരങ്ങൾ ഉയർത്തി പാടി പ്രാർത്ഥിച്ചേ. എൻ മനമിളകില്ല, എൻ മനമിളകില്ല, ആമേൻ, ആമേൻ. എൻ മനം പതറില്ല. യേശുവേ, എന്നോട് കൂടെ എന്നും യേശുവേ, യേശുവുണ്ടന്ത്യം വരെ. എന്റെ ഈശോയെ, എൻ മനമിളകില്ല, എന്റെ മനമിളകില്ല, ഞാൻ എന്നും ഉണ്ട്. ദൈവം എന്റെ കൂടെയുണ്ട്. പതറില്ല. യേശു നിന്നോട് പറയുന്നു, എന്നോട് കൂടെ എന്നും ആമേൻ. യേശുവുണ്ടന്ത്യം വരെ. കരങ്ങൾ ഉയർത്തിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇതാ അനേക ദമ്പതികളിലോട്ട് കടന്നു വരുന്നു. കുഞ്ഞില്ലാത്തതിന് ദുഃഖവുമായിട്ട് പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ ഇതാ യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വീടില്ലാത്തതിന്റെ ഭാരവുമായി അസ്വസ്ഥതയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ ഇതാ യേശു നിങ്ങളിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഇതാ യേശുവിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. അനുസരണക്കേടിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന മക്കളെ ഇതാ ദൈവം നിങ്ങളെ തൊടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഭാവി ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്ന യുവതി യുവാക്കളെ യേശു നിങ്ങളിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ,
സഖറിയായുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖ നിന്റെ മുമ്പിലും പ്രത്യക്ഷപ്പെടും. ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് കരുതി അടഞ്ഞ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. പ്രിയപ്പെട്ടവരെ, വാതിൽ അടയ്ക്കുന്നതും തുറക്കുന്നതും ദൈവമാണ്. നീ ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിന്റെ മുമ്പിൽ ഇതാ യേശു വാതിൽ തുറക്കുന്നു. അനുഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലാണുള്ളത്. അടയ്ക്കാനും തുറക്കാനും ഉള്ളതാണ് താക്കോൽ. ഇത് യേശുവിന്റെ കയ്യിലാ ഉള്ളത്. ഒരുപക്ഷെ ആരെങ്കിലും ചിന്തിച്ചിരിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവര്, അയൽവാസികൾ, നാട്ടുകാര്, അവർ കാരണം എൻ്റെ അനുഗ്രഹം തടഞ്ഞപ്പെട്ടിരിക്കുന്നു. തെറ്റാണ്. യേശു നിന്നോട് പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യ നിധി ശേഖരവും നിനക്ക് നൽകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവിക വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. വിശ്വസിച്ച് ആശീർവാദം സ്വീകരിക്കട്ടെ. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും